ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി. അതിനകത്ത് നമുക്ക് വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് പറഞ്ഞേക്കുന്ന കംപ്ലൈൻറ്റ് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ വണ്ടി കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ ചെയിനൊക്കെ നല്ല രീതിയിൽ ലൂസാണ്, നല്ലോണം ലൂസായിട്ട് കിടന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ ചെയിൻ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തത് ബ്രേക്കിൻ്റെ ഒരു ലൈനറൊക്കെ പൊളിഞ്ഞേക്കാണ് നല്ല. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഇത് കുറഞ്ഞ ലൈനറാണ്, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറൊക്കെ കിടക്കാം. പിന്നെ അത് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇവിടെ ഫംഗസ് പിടിച്ചാണ് പോലെയൊക്കെ വന്ന് ഉപയോഗിക്കാണ്ടിരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണ് അത് നമുക്ക് ലൈനർ പീസൊക്കെ പൊളിഞ്ഞു വന്നേക്കണം. അപ്പോൾ ബാക്കിലത്തെ ബ്രേക്സ് എന്തെങ്കിലും നമുക്ക് മാറ്റണം. കൂട്ടത്തിൽ കൂടെ നമുക്കൊരു ഈ സ്റ്റേയുടെ ബോൾട്ട് കൂടി ഒന്ന് മാറ്റിയിടാം കേട്ടോ. അതൊക്കെ ഒരു ട്യൂബൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്തത്. അപ്പോൾ അതും കൂടി കൂടുതലൊന്ന് മാറ്റിയിടാം. ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് വർക്കാവാത്തതിൻ്റെ കാരണം വെച്ചാൽ ഈ ഫ്ലാഷറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ആ ഫ്ലാഷറും ബസറും കൂടിയിട്ട് മാറ്റണം കേട്ടോ. ഫ്ലാഷറും ബസറും മാറ്റി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററിൻ്റെ കേസ് ഓക്കെ ആയിക്കോളും. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് അതിൻ്റെ ഫുൾ സെറ്റ് കംപ്ലൈൻറ്റാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഈ MC സബ് ഒന്ന് അഴിച്ചു നോക്കിയതാണ്. ഫുൾ കംപ്ലൈൻ്റ് ആണത്. കാരണം ഞാൻ ഈ MC സബ് അസംബ്ലി അടക്കം മാറ്റിയിട്ടാണ് റെഡി ആവുള്ളൂ. ഈ MC സബ് അസംബ്ലി അതേപോലെ ബ്രേക്ക് ലിവറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓവലായിപ്പോണ്ട്. അപ്പോൾ അത് ബ്രേക്കിൻ്റെ ഒരു ലിവറേജ് കുറയും. MC സബ് അസംബ്ലി മാറ്റാം, ബ്രേക്ക് ലിവർ മാറ്റാം. താഴെ കാളിപ്പർ അസംബ്ലിയിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ, ഇതിൻ്റെ ബ്രേക്ക് പാഡൊക്കെ ഫുള്ള് തീർന്നേക്കാം. അതുണ്ടോ, ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ പിസ്റ്റണൊക്കെ ടൈറ്റായി പോയി, നല്ല രീതിയിൽ ടൈറ്റായി പോയേക്കാണ്. അപ്പോൾ അത് നമുക്ക് കാളിപ്പർ ശരിക്കും നമുക്ക് പറഞ്ഞാൽ അസംബ്ലി നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഈ ബ്രേക്ക് പാഡ് മാറണം, പിസ്റ്റൺ സീല്, ബൂട്ട് സെറ്റ് മാറ്റി കഴിഞ്ഞാൽ ഇത് നമുക്ക് അതുതന്നെ യൂസ് ചെയ്യാം. അതിൻ്റെ ഈ സംഭവം ഇത് അഴിച്ച് ബ്ലീഡ് വാൽവ് എന്ന് തന്നെ പറയാം. ഈ ബോൾട്ട് അത് നിലവിൽ ഒടിയില്ല എന്ന് വേണം വിചാരിക്കുക. ഒടിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതന്നെ റിപ്പയർ ചെയ്തിടാം. അപ്പോൾ ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞേണേ. ഫ്രണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ MC സബ് അടക്കം മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. ബാക്കിലത്തെ ബ്രേക്ക് ഷൂ മാറ്റണം, അതേപോലെ സ്റ്റേ ബോൾട്ട് മാറ്റാനുണ്ട്, ചെയിൻ ലൂസ് ഉണ്ട്, അവർക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. ഫ്ലാഷർ ബസർ ഇത്ര ഐറ്റം മാറ്റി കഴിഞ്ഞാൽ ഈ പറഞ്ഞേക്കണ വർക്ക് കംപ്ലീറ്റ് ആവും. നമുക്ക് വേറെ ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലൈൻറ്റോ വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പറഞ്ഞേക്കണ വർക്ക് ഈ കേസ് മാത്രമാണ്. അപ്പോൾ അത് മാത്രം ഉൾപ്പെടുത്തി ഞാൻ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ പരമാവധി വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ.